ബ്ലാത്തിക്ക അല്ലെങ്കിൽ സീതപ്പഴം. കൊല്ലംകാരൊക്കെ ഒരുവിധപ്പെട്ടവരും എല്ലാം ബ്ലാത്തിക്ക എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു. മിക്ക ദിവസവും നമുക്ക് മരത്തിൽ ഇങ്ങനെ ബ്ലാത്തിക്ക പിടിച്ചിപ്പോണ്ട്. എനിക്കിപ്പം വീട്ടിൽ 2 മരമുണ്ട് കേട്ടോ. എപ്പോഴും പിടിച്ചിരിക്കും. ഇവിടെ ആണെങ്കിൽ മക്കൾക്ക് 3 പേർക്കും ബ്ലാത്തിക്ക ഭയങ്കര ഇഷ്ടമാണ്. വലിയവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നല്ല മധുരമുണ്ട്. അതാണ് ഇത് ചുറ്റിനും ഉറുമ്പായിട്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ മോൻ ഉണരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. അപ്പോഴത്തേക്ക് ഇതിൽ നല്ലപോലെ ഉറുമ്പായിട്ടുണ്ട്. പക്ഷേ തിന്ന് നോക്കണം, നല്ല മധുരമാണ്. അതുകൊണ്ട് ഇത്രയും ഉറുമ്പുകൾ ഇങ്ങനെ കയറി ചുറ്റുന്നത്. ഇപ്പം 2 ബ്ലാത്തി മരത്തിൽ നിന്ന് ഒരുപാട് ബ്ലാത്തിക്കയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ മരങ്ങളുണ്ടെങ്കിൽ എന്ത് നല്ല വിഷമടിക്കാത്ത ഫ്രൂട്ട്സൊക്കെ കിട്ടും. ഇപ്പം ഫുഡൊന്നും കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഒരു നേരമൊക്കെ ഫുഡ് കഴിക്കാതെ ഈ ഒരു ഫ്രൂട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ലത് തന്നെയാണ്. നല്ല ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ബ്ലാത്തിക്ക. അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ ആൾ ഒട്ടും ഫ്രൂട്ട്സ് കഴിക്കത്തില്ല, പക്ഷേ ബ്ലാത്തിക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ ആപ്പിളൊക്കെ തിന്നും ആൾ കേട്ടോ. വേറെ ഫ്രൂട്ട്സ് ഒന്നും തിന്നത്തില്ല. പക്ഷേ ഈ ചെറിയ ആൾക്ക് മിക്ക ഫ്രൂട്ട്സും കഴിക്കും. പക്ഷേ ബ്ലാത്തിക്ക ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേടിയായിരുന്നു, കുരുവൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തുപ്പി കളയോ ഇറങ്ങിപ്പോകും. പക്ഷേ അവൻ കറക്റ്റിന് അത് നല്ല നീറ്റായിട്ട് കുരുവൊക്കെ ക്ലീനാക്കിയാണ് തുപ്പിക്കളയുന്നത്. അപ്പം എന്തായാലും മക്കൾക്കൊക്കെ ബ്ലാത്തിക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ വീട്ടിൽ മക്കൾക്കൊക്കെ ബ്ലാത്തിക്കയൊക്കെ കൊടുക്കാം. അവർക്ക് എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. നല്ല മധുരമായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ അവർ തന്നെ ക്ലീനാക്കി അങ്ങ് കഴിച്ചാലും നമുക്കൊരു പാടുമില്ല ഇതുപോലെ. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം ബ്ലാത്തിക്കയൊക്കെ കാണിച്ച ഒരു വീഡിയോ ഇടാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.